നമസ്കാരം. അപ്പോൾ ഇന്നത്തേതൊരു ലോങ് വീഡിയോ ആട്ടോ. കുറേ നാളായാലോ ലോങ് വീഡിയോകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കഴിക്കതേ ഉള്ളൂ ധനുമാസത്തിലെ തിരുവാതിര. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഞങ്ങളുടെ അമ്പലത്തിലും തിരുവാതിരപ്പുഴുക്കും തിരുവാതിരയും ഒക്കെ കളിച്ച് ഞങ്ങൾ തിരുവാതിരയൊക്കെ ആഘോഷിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം ഇവിടെ വെള്ളിലപ്പൊങ്ങ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. ഞങ്ങൾ ഒരു മാതൃസംഘമുണ്ട് അമ്പലത്തിലെ അമ്പല കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മാതൃസംഘം, അതായത് സ്ത്രീകളുടെ. അപ്പോൾ മാതൃസംഘമാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ മാതൃസംഘത്തിൽ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. തിരുവാതിര പുഴുക്ക് വെച്ചു, പിന്നെ റവയുടെ ഉപ്പുമാവുണ്ട്. അപ്പോൾ അരിയാഹാരം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നോയമ്പെടുത്തവർക്കും നോയമ്പെടുക്കാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പുഴുക്കും നമ്മുടെ ഉപ്പുമാവുമാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് കേട്ടോ, 3 അരയപ്പോഴത്തേക്കും തുടങ്ങി. അപ്പോൾ അത് സുജയ ചേച്ചി കുക്കറിൽ പയറാട്ടോ വെച്ചിരിക്കുന്നത്. പുഴുക്കെന്ന് പറയുമ്പോൾ അതിൽ പയർ, മുതിര, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ധാന്യങ്ങളും അടങ്ങിയതാണല്ലോ പുഴുക്കെന്ന് പറയുന്നത്. അപ്പോൾ പയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപ് അപ്പുറത്ത് അടുപ്പ് വെച്ച് ഇത് കാപ്പിക്ക് വെള്ളം വെച്ചതാട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് ഇടയ്ക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ അതാണ്ട് പുഴുക്കിനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് കാച്ചിൽ, കപ്പ, ചേന, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, അങ്ങനെ ഉള്ള വസ്തുക്കളൊക്കെ അതാണ്ട് മിനിയാൻ്റെയും സുജയ ചേച്ചിയുടെയൊക്കെ ഇടുന്നുണ്ട്. കുമാരിൻ്റെയും നേതൃത്വം വഹിക്കുന്നുണ്ട് അവിടെയാണ്. സുധാൻ്റെയും സീമാൻ്റെയൊക്കെ തേങ്ങ ചിരണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു പ്രാവശ്യം തടിച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വച്ചേക്കുന്നു. അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടു. കാപ്പിപ്പൊടി ഇട്ടു. അപ്പോൾ അതേ കാപ്പിപ്പൊടി തിളച്ചിട്ട് എടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് സുജയ ചേച്ചി. അപ്പോൾ തിളച്ച് അത് ഇറക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴേക്കും ഇത് തിളയ്ക്കുന്നുണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടത് അത് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് ശാന്തമ്മ. പിന്നെ ഇവരെല്ലാവരും തന്നെ ബിസി ആട്ടോ. വന്നവർ എല്ലാവരും തന്നെ ബിസിയാണ്. ഹായ് കുമാരി ആൻറ്റി ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വെജിറ്റബിൾസ് എന്തിനാന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കാനാട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഈ പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനാണ്. കഞ്ഞിയായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ കഞ്ഞിയല്ല ഉണ്ടാക്കിയത്, ഗോതമ്പിൻ്റെ കഞ്ഞി. ഈ പ്രാവശ്യം ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങ ചിരണ്ടൽ തീർന്നിട്ടില്ല. തേങ്ങ ഒരുപാട് വേണമല്ലോ പുഴുക്കിൽ. തേങ്ങയുടെ അരപ്പ് ചേർക്കണം, അതുകൊണ്ട് തേങ്ങ ഒരുപാടുണ്ട്. അപ്പോൾ അതേ കുഞ്ഞൻ നിന്ന് സഹായിക്കുന്നുണ്ട്. സുധാനേനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് നിന്ന് സഹായിക്കുന്നതാണെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ സഹായം അവിടെ നിന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. നിന്ന് ഡാൻസ് കളിക്കുക പുള്ളി. അപ്പോൾ അത് കഴിഞ്ഞു. അതേ ഉപ്പ് നമ്മൾ ഒരിക്കലും ചേന, കിഴങ്ങ് വർഗ്ഗങ്ങൾ വേവിക്കുമ്പോൾ ഒപ്പം ഉപ്പിടില്ല കേട്ടോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ടു. പിന്നെ ഇത് മുതിരയാണ്. മുതിര പുഴുക്കിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതൊന്ന് മുതിര വറുക്കാട്ടോ. വറുത്തിട്ടാണ് വേവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മുതിര വറുത്തിട്ടുണ്ട്. അതെ, ഇത് പയർ വേവിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇതിലേക്ക് ഇട്ടതാണ്. പുഴുക്കിലേക്ക് വെജിറ്റബിൾസ് വെന്തയിലേക്ക് ഇട്ട് ഇളക്കുക കേട്ടോ. അങ്ങനെ സുജയ ചേച്ചി വർഗീസേട്ടൻ്റെ കൂടിയിൽ നിന്ന് നല്ല ഫ്രഷ് വേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതാണത്. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും സുധാൻ്റെ കാപ്പിയൊക്കെ വിളമ്പുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ രണ്ടാമത് വേവിക്കാൻ വെച്ച പയറും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർഗീസേട്ടൻ്റെ കൂടിയിൽ നിന്നാണ് തോന്നണു സൗമിനി ആൻറ്റി ഫ്രഷ് കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എരിവൊക്കെ കൂടാനായിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ടു. ലാസ്റ്റ് കുമാരി ആൻറ്റി വേപ്പില നുള്ളിക്കളിക്കുന്നുണ്ട്. വേപ്പില ഇട്ടു. അങ്ങനെ ഇളക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെന്തു. നമ്മുടെ പുഴുക്കിന് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വേപ്പിലേക്ക് ഇട്ട് അടി നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അടി ചേർത്ത് ഇളക്കണം എന്ന് പറയുന്ന ചേച്ചി നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും വെജിറ്റബിൾസ് അരിയുണ്ട്, വർത്താനം പറയണവരുണ്ട്, കാപ്പി കുടിക്കണവരുണ്ട്. ഞാനും കുടിച്ചു ഒരു കാപ്പി. അപ്പോൾ അങ്ങനെ സീമ ചേച്ചിയും മിനിയാൻ്റെയും കൂടി ഇതിനുള്ള തേങ്ങയുടെ അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നു. ഇത് മുതിര വേവിച്ചതാട്ടോ. രണ്ടാമത് മുതിര വേവിച്ചു വറുത്തതിന് ശേഷം. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ഉണ്ടോയെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് ഒന്നുകൂടി വേവണം. വെന്ത് വരുമ്പോൾ അത് കട്ടായിക്കോളും.
അങ്ങനെ അതേ ഉപ്പാവ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റവ വറുക്കുന്നുണ്ട് മിനിയാണ്ടി. അപ്പോൾ തേങ്ങയുടെ അരപ്പ് കൊണ്ടുവന്നിട്ട് ലാസ്റ്റത്തെ ചേരുവയാണെന്ന് പറഞ്ഞ് കുമാരി ആൻറ്റി ഇതാണ്ട് അതൊക്കെ ചേർക്കുന്നുണ്ട്. അതതിലേക്ക് ചേർത്ത് ഇതാണ് അതിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു വിഭവമല്ല ചേരുവ എന്ന് പറയുന്നത്. തേങ്ങയുടെ അരപ്പാട്ടോ, ഉള്ളി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇവയൊക്കെ ഇട്ടാണെന്ന് തോന്നണം. ഇത് അരച്ചതല്ല, ഒതുക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് ഇതാണ്ട് ആദ്യത്തെ തവണ ഉപ്പ് നോക്കണം കേട്ടോ. കുമാരിൻ്റെ ഉപ്പ് നമ്മൾ ഉപ്പ് ഇല്ല എന്നുള്ള നിഗമനത്തിലെത്തിയതിന് ശേഷം വീണ്ടും ഉപ്പിടുകയാണ്. അങ്ങനെ വീണ്ടും ഇതാണ്ട് ഉപ്പിട്ട് സീമാൻറ്റി ഇളക്കുന്നുണ്ട്, ഇളക്കല് അങ്ങനെ നിന്ന് ഇളക്കി. അങ്ങനെ ലാസ്റ്റ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ കുമാരി ആൻറ്റി ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കും. അപ്പോഴേക്കും ഇവിടെ മിനി ആൻറ്റി ഉപ്പാവിനുള്ള ഇതൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടതിന് ശേഷം ഉഴുന്നിട്ടു, വറ്റൽമുളകിട്ടു. വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ വറ്റൽമുളക് വന്നു, വേപ്പില വന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ അതേ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസൊക്കെ ഓരോന്നായിട്ട് ഗീതാൻ്റെയും ശ്രീപ ചേച്ചിയും എല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ടു. ഇവിടെ നല്ല കോപ്പറേഷനാണ്, സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും എല്ലാവരും നല്ല കോപ്പറേഷനാണ് എന്ത് ചെയ്യാനും എന്തിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കാനും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോരോ ചടങ്ങുകൾ ഞങ്ങൾ ആഘോഷിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതാണ്ടേ വെള്ളമൊക്കെ ഒഴിച്ചു, തിളച്ച് കഴിഞ്ഞു, ഉപ്പിട്ടു. അതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം റവ ഇട്ടു. അപ്പോൾ മിനി ആൻറ്റിയുടെയും സുജയ ചേച്ചിയുടെയും ഒരു സഹകരണത്തിലൂടെ ഉപ്പാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും സൂചേട്ടൻ വന്നിട്ടോ. സൂചേട്ടൻ വന്ന് പാട്ടുപെട്ടിയൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ തിരുവാതിരയുടെ പാട്ടൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ വന്നത്. അതൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ അതാണ്ട് ഉപ്പുമാവും വെന്തു, പുഴുക്കും വെന്തു, ഒക്കെ വെന്തു. എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും ടാറ്റയൊക്കെ തന്നെ എന്നെ വിട്ടു. എല്ലാം അവിടെ മൂടി എല്ലാവരും കുളിച്ച് തിരുവാതിരയൊക്കെ കളിക്കണം. ആൻറ്റിമാരെല്ലാവരും വിളിച്ചിട്ടുണ്ട്. നല്ല സൗകര്യമായിട്ട് പിന്നെ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ അമ്പലത്തിലെ ആൾക്കാർ, അതായത് ഇതിനുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ കിട്ടുന്നില്ല. കമ്മിറ്റി അംഗങ്ങൾ കുറവായിരുന്നു, എന്നാലും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ബിബി അമ്മാവൻ പുഴുക്കൊക്കെ വിളമ്പുന്നുണ്ട്. എല്ലാവർക്കും വിളമ്പി തുടങ്ങി. പുഴുക്കും ഉപ്പുമാവും പിന്നെ കാപ്പി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് കഴിച്ചു. അതിനുശേഷം ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ ചിരിച്ചൊക്കെ പാടി. അങ്ങനെ അതേ ശ്രീകുമാരേട്ടൻ പാടി, അതേ മിനി ആൻറ്റി പാടുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പാടിയിട്ടാണ്. നല്ല ഭംഗിയല്ല നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. കുമാരി ആൻറ്റി പാടി, കുമാരി ആൻറ്റി ഒരു പാട്ട് പാടി. പിന്നെ വല്യമ്മാവനെ ആദ്യമായിട്ട് പറഞ്ഞ ഏത് പാട്ടാണ് പാടിയതെന്ന് ചോദിച്ചപ്പോൾ പ്രാണനായിക എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ച് കുമാരി ആൻറ്റിക്കൊരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഇനിയും പാടാനായിട്ട്. അതിനുശേഷം ഉത്സവത്തിന് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം 25 വരുന്ന 25 അപ്പോൾ അതിന് നമുക്ക് ഗ്രൂപ്പ് സോങ് പാടാനൊക്കെയുള്ള നിഗമനത്തിലേക്ക് എത്തി. ഞങ്ങളങ്ങനെ വൈൻഡപ്പ് ചെയ്തു.